സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചു കിച്ചി. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ സുഭാഷ് സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം. ഹായ് ഇന്ദ്രരത്തം. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ, പഞ്ചാബി. ഇയാൾക്ക് പാടാൻ അറിയോ? തനിക്ക് പാടാൻ അറിയോന്ന്? ഇല്ല. പേടിച്ചു പോയോ? ഇല്ല, ഭയന്നു പോയി. നർമ്മം നർമ്മം. നിങ്ങളൊക്കെ എന്റെ ആരാ? ഞാൻ ചേട്ടൻ. ഞാനും ഏട്ടൻ. ഞാൻ അമ്മാവൻ. ഞാനും അമ്മാവൻ. ഞാൻ കൊച്ചച്ഛൻ. അതേത് വകയില്? കാച്ചാച്ചൻ. അല്ല, ഒരാപത്ത് വന്നപ്പോ അച്ഛന്റെ സ്ഥാനത്തും ഒരാളായിക്കോട്ടെ എന്ന് കരുതി. ലോക്കൽ ഗാർഡിയൻ. നല്ല വേള അച്ഛനെന്ന് പറയാത്തത്. തമാശകളാ. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്നാണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടോ, ഇന്നേ ഇവന്റെ വൈവാഹിക നിശ്ചയോ, അല്ലാതെ തന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. പോടോ. വാടോ. എടോ, താങ്കൾ ഇന്നൊരു കോടീശ്വരനാവാൻ പോവുകയാണ്. ഈ മോതിരം മാറലിലൂടെ താങ്കളുടെ സ്വഭാവവും മാറരുത്. മക്കളോ നിക്കടാ, ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി അപ്പുറത്തെങ്ങാനും കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. സുന്ദരനായിരിക്കുന്നു. മോതിരം എടുത്തല്ലേ? വാ. മക്കളെ ഇങ്ങോട്ട് കയറി അച്ഛന്റെ തോളയിലേക്ക്. ഉപ്പും ചാക്ക് പോലെ നിക്കോ. മുമ്പിൽ വാ, ചിലപ്പോ ഫോട്ടോ എടുക്കും. വീഡിയോ പിടിക്കും. വലത് കാലെടുത്ത് എവിടെ പോണി തള്ള. ശരാബിന എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ